ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് ഇതുണ്ടെങ്കിൽ നമുക്കൊരു കട്ടൻ ചായ മാത്രം മതി ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പിക്കായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഏത് കപ്പ് എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് അളന്നെടുത്താൽ മതി. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദാമാവ് ചേർക്കണം. മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ ഏത് കപ്പിലാണ് പാലെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ നിങ്ങൾ മൈദ മെഷർ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇല്ല, അപ്പക്കാരം, ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, പപ്പടക്കാരം എന്നൊക്കെ പറയുന്നത്, അത് ഒരു പിഞ്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റാം. ഇനി വേറൊരു ബൗളിൽ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ്, അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം, മല്ലിയില ചേർക്കാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സവാളയും ഉപ്പും മാത്രം ഉണ്ടായാലും മതി. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചേർക്കണം കേട്ടോ, അതൊക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഈവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം കട്ടിയിലാണ് ഇതിൻ്റെ ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു തവിയുടെ ഒരു 3 തവിയോ 2 തവിയോ മിനിമം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഇതൊരു 1 മിനിറ്റ് തന്നെ മതിയാകും. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും, അധികം ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും. നമ്മൾ ഓംലെറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ആ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് പ്ലേറ്റിലോട്ട് മാറ്റുമ്പം ചിലപ്പോൾ അത് പൊട്ടിപ്പോരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാനോട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച സ്നാക്ക് പ്ലേറ്റിലേക്കോ നിങ്ങൾ ഇതിലേക്കാണോ മാറ്റുന്നത് അതിലേക്ക് അങ്ങ് കമഴ്ത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസോ മയോണൈസൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അങ്ങനെ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് ഒന്ന് കുറയുന്നത് വരെ നമ്മളത് റോൾ ചെയ്തിട്ട് അങ്ങ് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ ഇതേ തയ്യാറാക്കി നോക്കുള്ളൂ, അത്ര ടേസ്റ്റാണ്. ഒരു സോസിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, വൈകുന്നേരത്തെ കാര്യം കുശാലായി. അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നല്ല എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്